പ്ലാസ്റ്റിക് മലിനീകരണം പരിസ്ഥിതിക്ക് ഭീഷണിയായി മാറുകയാണ്. മനുഷ്യൻ പ്ലാസ്റ്റിക് വലിച്ചെറിയുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഭൂമിയിലെ മറ്റ് ജീവജാലങ്ങളെയാണ്. ഇതിൻ്റെ ഒരു മികച്ച ഉദാഹരണമാണ് ബ്രസീലിലെ ഹെറോൺ പക്ഷി. റിപ്പോർട്ട് കാണാം. പ്ലാസ്റ്റിക് കപ്പ് തൊണ്ടയിൽ കുടുങ്ങിയ ഹെറോൺ പക്ഷി വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ് സംഭവം. തൊണ്ടയിൽ നിന്ന് പ്ലാസ്റ്റിക് ഉടൻ നീക്കാനായില്ലെങ്കിൽ 5 ദിവസത്തിനുള്ളിൽ പക്ഷി ചാകുമെന്നാണ് ബ്രസീലിയൻ ഡോക്ടർമാരുടെ വിലയിരുത്തൽ. അതിനാൽ പക്ഷിയെ രക്ഷിക്കാനുള്ള ഊർജിത ശ്രമം തുടരുകയാണ്. എസ്റ്റാസിയോ കോളേജിലെ ബയോളജിസ്റ്റായ ജെഫേഴ്സൺ പയേഴ്സാണ് പക്ഷിയെ ആദ്യമായി കണ്ടെത്തിയത്. റിയോ ഡി ജനീറോയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള നദീതീരത്ത് മരങ്ങൾക്കിടയിൽ പ്ലാസ്റ്റിക് തൊണ്ടയിൽ കുടുങ്ങി പക്ഷി കഷ്ടപ്പെടുകയായിരുന്നു. പിന്നീട് വിവരം അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെയാണ് ബ്രസീലിൽ ഇത് ചർച്ചയായത്. മൃഗങ്ങളുടെ വയറിനുള്ളിൽ പ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യം ഇതിനു മുൻപ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഇത്തരമൊരു കേസ് ആദ്യമാണെന്ന് ജെഫേഴ്സൺ പയേഴ്സ് പറയുന്നു. ഏകദേശം 200 മില്ലിമീറ്റർ വലിപ്പമുള്ളതാണ് പക്ഷിയുടെ തൊണ്ടയിൽ കുടുങ്ങിക്കിടക്കുന്ന പ്ലാസ്റ്റിക് കപ്പ്. അതിനാൽ ഈ ഹെറോൺ പക്ഷിക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നില്ലെന്നും 5 ദിവസത്തിനുള്ളിൽ ചാകാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറയുന്നു. നമുക്ക് ജീവിക്കാൻ പ്രകൃതി ആവശ്യമാണ്. എന്നാൽ പ്രകൃതിക്ക് നമ്മൾ അതിജീവിക്കേണ്ട ആവശ്യമില്ലെന്നും അത് മനുഷ്യൻ ഇനിയും തിരിച്ചറിയുന്നില്ലെന്നും പരിസ്ഥിതി പ്രവർത്തക ഇസബല്ല അഭിപ്രായപ്പെട്ടു. അതിന്റെ പരിണിതഫലത്തിന്റെ ഉദാഹരണമാണ് ഈ പക്ഷി. നമ്മുടെ നാട്ടിലെ കൊക്കുകൾ പോലെ തന്നെ ഏകദേശം 1.25 മീറ്റർ ഉയരവും 1.8 മീറ്ററോളം ചിറകുകളുമുള്ള പക്ഷിയാണ് ഹെറോൺ. പറക്കാനാകാത്ത വിധം ദുർബലമായാൽ പക്ഷിയെ പിടികൂടുകയും തുടർന്ന് പ്ലാസ്റ്റിക് കപ്പ് നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയയുമായി മുന്നോട്ടു പോവുകയാണ് ഹെറോണിനെ രക്ഷിക്കാനുള്ള ഡോക്ടർമാരുടെ പദ്ധതി. ആ നിമിഷത്തിനായി കാത്തിരിക്കുകയാണ് ബ്രസീലിലെ പരിസ്ഥിതി സ്നേഹികൾ. ഇതിനായി ഹെറോണിനെ കൃത്യസമയത്ത് കണ്ടെത്തുകയാണ് ഇനിയുള്ള വെല്ലുവിളി. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.